ഉപയോഗപ്പെടുത്തുക. നമ്മുടെ പരിപാടി മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന എം നാരായണൻകുട്ടിയുടെ 1ാം ചരമവാർഷികം പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്നു. ചടങ്ങിൽ ജയരാജ് സ്വാഗതം പറഞ്ഞു. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ VM സുധീരൻ അനുസ്മരണ ഭാഷണം നടത്തി. പ്രിയമുള്ളവർ, നമ്മുടെയൊക്കെ പ്രിയ നേതാവ് ശ്രീ M നാരായണൻ എല്ലാവർക്കും അറിയാം. സ്നേഹത്തിൻ്റെ പര്യായമാണ്. ജില്ലാ ഭാരവാഹിയായി, യൂത്ത് കോൺഗ്രസിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റായി, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ട്രഷററായി ഒക്കെ അദ്ദേഹം പിന്നിട്ട വഴികൾ വളരെ വലുതാണ്. അദ്ദേഹം KPCC എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. 16 വർഷക്കാലം MNS എന്ന രാഷ്ട്രീയ പ്രവർത്തകൻ ഈ MNS ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഞാനിവിടെ സൂചിപ്പിച്ചു. അദ്ദേഹമാണ് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. അദ്ദേഹത്തെ ഉദ്ഘാടകൻ ഏറെ ബഹുമാനായ മുൻ KPCC പ്രസിഡന്റും അതോടൊപ്പം തന്നെ നമ്മളോടൊപ്പം എല്ലാ വിഷയങ്ങളിലും നമ്മളുടെ കൂടെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മൾ വിളിച്ചാൽ അപ്പോഴോടി എത്തുന്ന ഏറെ ബഹുമാന്യനായ VM സുധീരൻ അവറുകൾ, പ്രിയപ്പെട്ട KPCCയുടെ ട്രഷറർ കൂടിയായിട്ടുള്ള ഇവിടെ മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന ശ്രീ VN അക്രമത്തിന് മുന്നിൽ ശ്രീ പുരുഷോത്തമന്റെ വീട്ടിലോട്ട് പോയി. പിന്നെ നാരായണൻകുട്ടി വന്ന് ശോഭയെയും കുടുംബാംഗങ്ങളെയും മക്കളെയും ഒക്കെ കണ്ടു. അതുകൊണ്ടാണ് ഇപ്പം വൈകിയത്. ദയവായി ക്ഷമിക്കണം. നാരായണൻകുട്ടി നമ്മെ വിട്ടുപോയി എന്നത് ഇപ്പോഴും നമുക്ക് ഒരു വിശ്വസിക്കാനാവാത്ത ഒരു മാനസികാവസ്ഥയിലാണ് ഇവിടെ കൂടിയിട്ടുള്ള നാം എല്ലാവരും. ചലനങ്ങൾ, അദ്ദേഹത്തിൻ്റെ സംഭാഷണ രീതി, പാർട്ടി പ്രവർത്തകരോട് അദ്ദേഹം കാണിക്കുന്ന താല്പര്യം, ജനകീയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹത്തിൽ നിന്നും കാണുന്ന ഒരു പ്രത്യേകത, പാർട്ടിയോടുള്ള കറയറ്റ കൂറ് എല്ലാം ഒന്നൊന്നായി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. നമുക്കറിയാം, പയ്യന്നൂർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അത്ര തിണ്ണബലമുള്ള ഒരു സ്ഥലമായിരുന്നില്ല. പക്ഷേ സ്വാതന്ത്ര്യ സമരകാലത്ത് പയ്യന്നൂർ വഹിച്ച പങ്ക് ചെറുതല്ല. ഇന്ത്യക്ക് പൂർണ്ണ സ്വരാജ് വേണം എന്ന ആവശ്യം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ച പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം, ആ സമ്മേളനത്തിലാണ് ഉയർന്നത്. അത് സംബന്ധിച്ച പ്രമേയം, ആദ്യത്തെ പ്രമേയം, ഇന്ത്യയിൽ ആദ്യത്തെ പ്രമേയം അവതരിപ്പിച്ചത് പയ്യന്നൂർ സമ്മേളനത്തിൽ, കോൺഗ്രസ് സമ്മേളനത്തിൽ കേളപ്പജിയായിരുന്നു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രഥമ സെക്രട്ടറി ആയിരുന്ന ശ്രീ മാധവൻ നായരാണ് അതിനെ പിന്താങ്ങിയത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ സാന്നിധ്യം കൊണ്ട് ധന്യമായ ഈ മണ്ണ്, മഹാത്മജിയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ പയ്യന്നൂരിലെ ഈ മണ്ണ്, കാലങ്ങൾ കടന്നുപോയപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. പക്ഷെ പയ്യന്നൂരിലെ ജനങ്ങൾ അവരുടെ സ്വാതന്ത്ര്യബോധം, സ്വാതന്ത്ര്യദാഹം, അവരെ അടിമകളെപ്പോലെ കരുതാൻ മുന്നോട്ട് വന്ന രാഷ്ട്രീയ നേതൃത്വത്തെ തിരുത്തുന്ന രീതി
രാജ്യത്തെ ജനാധിപത്യ ചരിത്രത്തിലെ ഉജ്ജ്വലമായ ഒരധ്യായമായി മാറിയിരിക്കുകയാണ്. ശ്രീ കുഞ്ഞികൃഷ്ണൻ്റെ വിജയം തന്നെ അതിന് വലിയൊരു സൂചനയാണ് നൽകുന്നത്. ഈ പയ്യന്നൂരിലെ ഈ മാറ്റങ്ങളിലൊക്കെ തൻ്റേതായ സംഭാവന നൽകിയ സഹോദരനാണ്, സഹപ്രവർത്തകനാണ് നാരായണൻകുട്ടി. ഞാൻ ഓർക്കുന്നു, വളരെ പ്രതികൂലമായ സാഹചര്യത്തിൽ കക്ഷികൾക്ക് സ്വാധീനമുള്ള പയ്യന്നൂരിലെ ഈ മണ്ണിൽ അക്രമ സ്വഭാവം പുലർത്തിപ്പോരുന്ന എതിർചേരിയിലെ ആളുകളുടെ ഇടപെടലുകൾ ധാരാളമായി ഉണ്ടാകുന്ന ഈ മണ്ണിൽ പയ്യന്നൂർ കോളേജിൽ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹം സമൂഹത്തിൽ ശ്രദ്ധേയനായി മാറുന്നത്. ASU യൂണിറ്റ് പ്രസിഡൻ്റായിരുന്നു നാരായണൻകുട്ടി. അന്ന് അദ്ദേഹത്തോടൊപ്പം യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു രാജനിവിടെ സന്നിഹിതനായിട്ടുണ്ട്. അന്ന് തിരഞ്ഞെടുപ്പുകൾ തുടങ്ങിയ കാലം, കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പുകൾ തുടങ്ങിയ കാലം നമുക്കെല്ലാം കേരളത്തിലെ കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പുകൾ ജനാധിപത്യ രീതിയിൽ നടത്തുന്നതിന് പ്രേരകമായത് കേരള വിദ്യാർത്ഥി യൂണിയൻ മാത്രമാണ്. ശ്രീ വയലാർ രവിയും CK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ നയിച്ച, ശ്രീ കടന്നപ്പള്ളിയും ഒക്കെ നയിച്ച കേരള വിദ്യാർത്ഥി യൂണിയൻ ആദ്യമേ ആവശ്യപ്പെടുന്ന പ്രധാന കാര്യമാണ്, ഒന്ന്, കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പുകൾ ജനാധിപത്യപരമായ രീതിയിൽ നടത്തുക, യൂണിവേഴ്സിറ്റി യൂണിയൻ തിരഞ്ഞെടുപ്പുകൾ നടത്തുക, ഫീസുകൾ ഏകീകരിക്കുക, അതുപോലെ തന്നെ സ്വകാര്യ കോളേജിലെ ഫീസ് നിരക്ക് സർക്കാർ കോളേജിലെ ഫീസ് നിരക്കിനോടൊപ്പമായി കുറയ്ക്കുക. ഇങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യം. സർവകലാശാല ഭരണത്തിൽ വിദ്യാർത്ഥി പങ്കാളിത്തം എന്ന ആവശ്യം ഇന്ത്യയിൽ ആദ്യമായി ഉന്നയിക്കുന്നത് കേരള വിദ്യാർത്ഥി യൂണിയനാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യൂണിവേഴ്സിറ്റി നിയമം പിൽക്കാലത്ത് വന്നപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട MM ഹസൻ, അതുപോലെ AISFൻ്റെ പ്രതിനിധിയായിട്ടുള്ള ഉദയഭാനു, പിന്നീട് SF-ൻ്റെ പ്രതിനിധിയായിട്ടുള്ള അഡ്വക്കേറ്റ് സലാം എന്നിവർ യൂണിവേഴ്സിറ്റി സെനറ്റിൽ, കേരള യൂണിവേഴ്സിറ്റി സെനറ്റിൽ ആദ്യമായി അംഗമാകുന്നത്.